ഒരു തെരഞ്ഞെടുപ്പിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള ബിൽ കൊണ്ടുവരാനാണ് തീരുമാനം. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാക്കുന്നതിനാണ് ഇതോടെ തീരുമാനമാകുന്നത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾക്കിടയിലാണ് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ജമ്മു കാശ്മീരിൽ ഇന്ന് ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. 24 മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് ഇന്ന് വിധി എഴുതിയത്. കശ്മീർ താഴ്വരയിലെ 16ഉം ജമ്മുവിലെ 8 മണ്ഡലങ്ങളുമാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തിയത്. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. വയനാട് ദുരന്തത്തിലെ കേന്ദ്ര സഹായം വൈകാൻ കാരണം കേരളത്തിലെ BJP നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇടത് സർക്കാരിനോടുള്ള അന്ധമായ വിരോധമുള്ള ചില മാധ്യമങ്ങളും വ്യാജ വാർത്ത നൽകുകയാണ്. മറ്റിടങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ സ്വീകരിച്ച അതേ മാനദണ്ഡങ്ങളാണ് കേരളവും പാലിച്ചത്. വയനാട് ദുരന്തത്തിൽ കേരള സർക്കാർ ആവശ്യപ്പെട്ട ധനസഹായത്തോട് പ്രധാനമന്ത്രി പോസിറ്റീവായാണ് പ്രതികരിച്ചത്. കേരളത്തിന് കിട്ടേണ്ടത് ഔദാര്യമല്ല, അവകാശമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. 14ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം ഒക്ടോബർ 4 മുതൽ വിളിച്ചു ചേർക്കാൻ തീരുമാനം. സമ്മേളനത്തെ സംബന്ധിച്ച് ഗവർണറോട് ശുപാർശ ചെയ്യും. മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ വിവരങ്ങളും ചർച്ചയായി. കണക്കുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദം ദോഷം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. മെമ്മോറാണ്ടത്തിലെ വിവരങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ യോഗത്തിൽ വിശദീകരിച്ചു. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂർ നഗരത്തിൽ പുലികളി അരങ്ങേറി. വൈകിട്ട് 5 മണിയോടെ 7 പുലികളി സംഘങ്ങളാണ് സ്വരാജ് റൗണ്ടിലെത്തിയത്. വിവിധ ദേശങ്ങളിൽ നിന്നും പുലികളി സംഘങ്ങൾ സ്വരാജ് റൗണ്ട് ലക്ഷ്യമാക്കിയാണ് യാത്ര ആരംഭിച്ചത്. വനിതകളും കുട്ടിപ്പുലികളും അടക്കം പുലിവേഷം കെട്ടുന്നുണ്ട്. സ്വരാജ് റൗണ്ടിന് വലം വെച്ച് നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ച് രാത്രി 9 മണിയോടെയാണ് പുലികളി അവസാനിക്കുക. ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന് സമൻസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. ഒക്ടോബർ 7 മുൻപ് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. നേരത്തെ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലാലു പ്രസാദ് യാദവിന്റെയും കുടുംബത്തിന്റെയും 6 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി നിർദ്ദേശം. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ലോഗർമാരുടെ വീഡിയോഗ്രാഫിക്കും ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹ ചടങ്ങുകൾക്കും മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കരുതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചിത്രകാരി ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചത് വിവാദമായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഗുരുവായൂർ നടപ്പന്തൽ പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പൊതുമധ്യത്തിൽ ജഡ്ജിമാർ മതവിശ്വാസം പ്രകടിപ്പിക്കേണ്ടതില്ലെന്ന് മുൻ ജഡ്ജി ഹിമ കോഹ്ലി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണേശ പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. മതത്തെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരരുത്. മതമെന്ന ആശയം 4 ചുമരുകൾക്കുള്ളിൽ നിൽക്കേണ്ടതാണെന്നും ഹിമ കോഹ്ലി പറഞ്ഞു. വിശ്വാസവും ആത്മീയതയും മതത്തിൽ വ്യത്യസ്തമാണ്. ഇവ രണ്ടും തമ്മിൽ വ്യക്തമായ അതിർത്തി ആവശ്യമാണ്. ബാർ ആൻഡ് ബെഞ്ചിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജഡ്ജിയുടെ പരാമർശം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അടുത്ത സീസണിൽ പഞ്ചാബ് കിങ്സ് പരിശീലകനായി റിക്കി പോണ്ടിങ്ങിനെ നിയമിച്ചു. പഞ്ചാബ് ടീമിന്റെ പരിശീലക സംഘത്തിലെ മറ്റുള്ളവരെ പോണ്ടിങ്ങിന് തീരുമാനിക്കാം. കഴിഞ്ഞ IPL-ൽ 9ാം സ്ഥാനത്തായിരുന്നു പഞ്ചാബ് കിങ്സ് ഫിനിഷ് ചെയ്തത്.